എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ടേക്ക് ഓഫ് സമയത്ത് എയർക്രാഫ്റ്റ് ക്രാഷ് ആകാം? ടേക്ക് ഓഫ് സമയത്ത് എയർക്രാഫ്റ്റ് ക്രാഷ് ആവാൻ ഒരുപാട് റീസൺസ് ഉണ്ടാകാം. ഓക്കെ, ഒന്ന്, ടേക്ക് ഓഫ് സമയത്ത് എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. ഒരു ബേർഡിറ്റ് ഉണ്ടായി എഞ്ചിൻ ഫെയിൽ ആവാം. അത് എക്സ്റ്റേണൽ സോഴ്സ്. നമ്മൾ പറയുന്നത് ഫോറിൻ ഒബ്ജക്റ്റ് ഡാമേജ്. ഓക്കെ, ഒരു ഫോറിൻ ഒബ്ജക്റ്റ്, എന്ത് ഒബ്ജക്റ്റ് ആയാലും. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രീവിയസിൽ പോയ ഒരു പറന്നു വരുന്ന എയർക്രാഫ്റ്റിൻ്റെ ഒരു പാനൽ, ഓക്കെ, അത് തറയിൽ വീണോ അത് എയറിൽ നിന്നോ വന്ന് നമ്മുടെ എയർക്രാഫ്റ്റിനകത്ത് ഇത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, 2 എഞ്ചിൻ ഫെയിലിയർ, ബേർഡ് ഹിറ്റ്സ്, ഓക്കെ, പൈലറ്റ് എറർ. ഓക്കെ, പൈലറ്റ് എററും കാരണവും എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു, എനിക്ക് ഇയർ കൃത്യമായ ഓർമ്മയില്ല, ബാംഗ്ലൂരിൽ നടന്നതാണ് ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ആവറോയുടെ ക്രാഷ്. ഓക്കെ, അപ്പം ഇവർ ഒരു ആവറോ യലാങ്ക എയർബേസ് ആണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് പറന്നുയർന്നു. അപ്പം അവർക്ക് പറന്നുയർന്ന ഉടനെ അവർക്ക് ഒരു എഞ്ചിൻ ഫെയിലായി. അപ്പോൾ ആ ഒരു ഫെയിലായ എഞ്ചിനെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. അപ്പം ബൈ മിസ്റ്റേക്ക് ആ കോ പൈലറ്റ് ഫെയിലായ എഞ്ചിന് പകരം ലൈവ് എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്തു. ആ എയർക്രാഫ്റ്റ് ക്രാഷായി. അപ്പം അതൊരു പൈലറ്റ് എററായിട്ട് ഉള്ളത്. പക്ഷെ ആ സംഭവത്തിന് ശേഷം എല്ലാ എയർലൈൻസിലും ഒരു വളരെ വളരെ ഇതായിട്ട് ലോജിക്കലായിട്ടുള്ള ഒരു സീക്വൻസ്, ഓക്കെ, കാരണം ഇനി ഒരു സംഭവം ഇനി നടക്കരുത്. ഓക്കെ, ഒരു എഞ്ചിൻ ഫെയിലാണെങ്കിൽ റോങ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യരുത്. അതിന് പകരം ഒരു നല്ലൊരു പ്രൊസീജിയർ ഉണ്ടാക്കി ആ പ്രൊസീജിയേഴ്സ് എല്ലാ പൈലറ്റ്സും സിമുലേറ്റർ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് 5-6 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള കൺട്രോൾ ഫെയിലിയർ, ഒരു കൺട്രോൾ ഫെയിലിയർ വരികയാണെങ്കിൽ പോലും എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാം. ഈ ലാൻഡിംഗ് ഗിയർ കൃത്യമായിട്ട് ഉയർത്താൻ പറ്റാത്തത് കൊണ്ട് അപകടമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും? ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വേറെ എയർക്രാഫ്റ്റ് ആയാലും ലാൻഡിംഗ് ഗിയർ ഉയർത്താൻ പറ്റാത്തതെന്നുള്ളതിന് 2-3 ആൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പലരും പല പൈലറ്റ്സ് പോലും ആൻസർ ചെയ്യുന്ന കൂട്ടത്തിൽ കറക്റ്റായ ഒരു ആൻസറാണ് കൊടുത്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഒരു ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. അത് ലാൻഡിംഗ് ഗിയർ, ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നത് ലാൻഡിംഗ് ഗിയർ ആണ് ഉയർത്തുന്നത്. ഒരു ബോയിങ് 777 അല്ലെങ്കിൽ 787 എന്ന എയർക്രാഫ്റ്റിൽ അത് മിക്കവാറും നടക്കുന്നത് 50 അടി ടു 100 അടി ഉയരത്തിലാണ്. നമ്മൾ ടേക്ക് ഓഫ് ചെയ്താൽ ഉടനെ ഏറ്റവും ആദ്യം കോ പൈലറ്റിൻ്റെ കോൾ ഇതാണ്, പോസിറ്റീവ് റേറ്റ്. പോസിറ്റീവ് റേറ്റ് എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് പോസിറ്റീവായിട്ട് ക്ലൈം ചെയ്യുന്നു. അപ്പോൾ ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പൈലറ്റ് ഫ്ലൈയിങ്, ഓക്കെ, പൈലറ്റ് ഫ്ലൈയിങ് വിൽ സേ ഗിയർ അപ്പ്. സോ ആ ഗിയർ നമ്മുടെ കോ പൈലറ്റ് അല്ലെങ്കിൽ പൈലറ്റ് മോണിറ്ററിങ്, ഓക്കെ, ഇപ്പം അത് തിരിച്ചു ആവാം. ഓക്കെ, കോ പൈലറ്റ് ആയിരിക്കാം പൈലറ്റ് ഫ്ലൈയിങ്, ക്യാപ്റ്റൻ ആയിരിക്കാം പൈലറ്റ് മോണിറ്ററിങ്. അത് ഡിസൈഡ് ചെയ്യുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് കോ പൈലറ്റ് കൊണ്ട് ഫ്ലൈയിങ് കൊടുക്കാനുള്ള ഒരു എന്താ പറയുന്നത്, കോ പൈലറ്റ് ഫ്ലൈ ചെയ്യട്ടെ എന്ന് പല ക്യാപ്റ്റൻസ് വിചാരിക്കും. കോ പൈലറ്റിന് പ്രാക്ടീസ് കൊടുക്കണം, അദ്ദേഹം ഫ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ കോ പൈലറ്റിനെ കൊണ്ട് ഫ്ലൈ ചെയ്യിപ്പിക്കും. അതില്ല, ഈ കോ പൈലറ്റിന് അതിനുള്ള ഇതില്ല, ഞാൻ തന്നെ ഫ്ലൈ ചെയ്താലേ സേഫ് ആയിരിക്കുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യും. അതേപോലെ കുറച്ച് അവേഴ്സും വേണം. ഇത്രയും ഒരു ക്യാപ്റ്റൻ്റെ ഒരു കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുക്കണമെങ്കിൽ ആ കോ പൈലറ്റിന് കുറച്ച് അവേഴ്സ് വേണം. അദ്ദേഹം ഒരു സിമുലേറ്റർ ഇതിൽ ട്രെയിനും ആയിരിക്കണം, ഇൻഡിവിജ്വൽ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്. അതേപോലെ ക്യാപ്റ്റനും ഫ്ലൈങ് കൊടുക്കണമെങ്കിൽ ക്യാപ്റ്റനും അതിനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഈ ക്യാപ്റ്റൻ ക്ലിയർ ആണ് കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഗിയർ, എന്തുകൊണ്ട് ഗിയർ പുറത്ത് പോയില്ല, അതാണ് നമ്മുടെ ഇതായിട്ട് ചോദ്യം. ഒന്നാമത്തേത്, ആ സമയത്ത് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബേർഡിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോയ്സ് ആവാം. എയർക്രാഫ്റ്റിന് എന്തെങ്കിലും ഒരു ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഗിയർ പൊക്കാനുള്ള ഇത് വിട്ടുപോയി.
ഓക്കെ, പിന്നെ ബാക്കി പല കാര്യങ്ങളും നടന്നു, അതിൻ്റെ കോൺസിക്വൻസ് ബാക്കി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അവർക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതൊരു കാരണമായിരിക്കാം എന്തുകൊണ്ട് പൈലറ്റ്സ്മാരെ ഗിയർ പൊക്കിയില്ല എന്നുള്ളത്. രണ്ടാമത്തത് മെയിൻ ഒരു കാര്യം, അത് പലരും വിട്ടുപോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു MEL എന്ന ഒരു വാക്ക്, അത് മിനിമം എക്യുപ്മെൻറ്റ് ലിസ്റ്റ്. ഈ MEL നമുക്ക് പല കാരണങ്ങളും പല റീസണും കാണാം. എക്യുപ്മെൻറ്റ്സ് പിന്നെ സർവീസബിൾ അല്ല, പക്ഷേ നമുക്ക് ഫ്ലൈ ചെയ്യാം, സേഫായിട്ട് ഫ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, ഓപ്പറേഷണൽ കാര്യങ്ങൾ. MEL എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്സ്, ഈ എക്യുപ്മെൻറ്റ് അൺസർവീസബിൾ ആണെങ്കിൽ എനിക്ക് ഫ്ലൈ ചെയ്യാം. പക്ഷേ ഫ്ലൈ ചെയ്യുമ്പോൾ ഓപ്പറേഷണലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന് DDG എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിഫക്റ്റ് ഡീവിയേഷൻ ഗൈഡ്. ഓക്കെ, ഈ സാധനം ഡിഫക്റ്റ് ആണെങ്കിൽ ഓപ്പറേഷനിൽ നമ്മൾ പൈലറ്റുമാർ എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ബ്രേക്സ് എന്ന് പറയുന്ന ഒറ്റ ബ്രേക്ക് അല്ല, ഒരു വീലിൽ പല പല ബ്രേക്കുകൾ ഉണ്ട്, പല പല സെൻസേഴ്സ് ഉണ്ട്. ചില സമയത്ത് ഈ സെൻസേഴ്സ് പിന്നെ അൺസർവീസബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഈ ബ്രേക്കിൻ്റെ ചെറിയൊരു അൺസർവീസബിൾ ആയിരിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാലും എയർക്രാഫ്റ്റ് അൺസർവീസബിൾ അല്ല, എയർക്രാഫ്റ്റിന് ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ചില സമയത്ത് നമ്മുടെ ബ്രേക്ക് ചൂടാകും. അപ്പോൾ അതിനൊരു സിസ്റ്റമുണ്ട്, BTMS എന്ന് പറയും, ബ്രേക്ക് ടെമ്പറേച്ചർ മോണിറ്ററിങ് സിസ്റ്റം. അപ്പം അത് ഓരോ ബ്രേക്സിൻ്റെയും സെൻസേഴ്സിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും എല്ലാം ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ഇപ്പം ഇദ്ദേഹം ഈ എയർക്രാഫ്റ്റ് തന്നെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നു, നല്ല ചൂടായിരുന്നു. ഇപ്പം അത് ഫ്ലൈ ചെയ്യുന്ന പ്രീവിയസ് പൈലറ്റ്സ് കുറച്ച് ഹാർഷായിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ ഈ ടെമ്പറേച്ചേഴ്സ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം അത് അത്ര പെട്ടെന്ന് ഈ ടെമ്പറേച്ചേഴ്സ് കൂളാവത്തില്ല. അപ്പോൾ ചില സമയത്ത് 4 മണിക്കൂർ വരെ എടുക്കും. ഓക്കെ, അത് കൂളാൻ വേണ്ടി. പക്ഷേ എയർക്രാഫ്റ്റിന് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ വെള്ളമൊക്കെ ഇട്ട് ഇത്തിരി ഒന്ന് തണുപ്പിക്കും. ഓക്കെ, അത് ഉടനെ എടുത്ത് വെള്ളം ഇടാനും പറ്റത്തില്ല. അത് ടെക്നിക്കലായിട്ട് എഞ്ചിനീയേഴ്സ് അതിൻ്റെ പിന്നെ റിപ്പയർ അതിനുള്ള ഇത് ചെയ്യും. ഇതെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് MEL സമയത്ത് ചിലപ്പോൾ ഇത് പറയും, ഈ ഡിഫക്റ്റ് ഡീവിയേഷൻ ഗൈഡ് എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് അവർ പറയും, ഈ എയർക്രാഫ്റ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ഗിയർ താഴെ തന്നെ ഇട്ടിരിക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം പൈലറ്റുമാരെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്. അപ്പോൾ പൈലറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഫ് ചെയ്ത്, ഓക്കെ, നമ്മൾ ഇന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഗിയർ താഴെ കിടക്കണം. എനിക്ക് പേഴ്സണലായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഒന്ന് MEL പറയുന്നത് കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ DDG പറയുന്നത് കൊണ്ട് ചെയ്തു. ഓക്കെ, ഈ ഗിയർ താഴെ തന്നെ 2 മിനിറ്റോ 3 മണിക്കൂറോ ഇട്ടേക്കണം. അത് ഗിയറിനൊരു ലിമിറ്റ് സ്പീഡുണ്ട്. ആ സമയത്ത് നമ്മൾ ആ സ്പീഡ് കൺട്രോൾ ചെയ്യും. അപ്പം ഈ സാധാരണ 777 അല്ലെങ്കിൽ 787 സ്പീഡ് ഒരു 270 നോട്ടിക്കൽ മൈൽസ് സ്പീഡാണ്. ഓക്കെ, അതാണ് ഗിയർ താഴെയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള സ്പീഡ്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഫ്ലാപ്സ് റിട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, അതിനും സ്പീഡ് ലിമിറ്റ്സ് ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും കുറവാണ്. 240 ആണ് 777 മാക്സിമം സ്പീഡ് ഫ്ലാപ്പ് വെച്ച് ഫ്ലൈ ചെയ്യാനുള്ളത്. അപ്പം ചില സമയത്ത് ഫ്ലാപ്സ് നമുക്ക് ഗിയർ പൊക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനെല്ലാം സേഫ് ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ട്. നമ്മൾ ആരും ഉടനെ ഫ്ലാപ്പ് ഉടനെ 200 ഫീറ്റ് ലെവലും ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ കണ്ടീഷൻസ്, ഒന്ന് ബ്രേക്ക് ടെമ്പറേച്ചർ കൂടിയോണ്ട് പൈലറ്റ്സ് തന്നെ വിചാരിച്ച് വേണം ഗിയർ താഴെയിട്ട് ഫ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MEL പറയുന്നത് കൊണ്ട് പൈലറ്റ്സ് വിചാരിച്ച് വേണം ഗിയർ താഴെയിട്ട് ഫ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഗിയർ താഴെ കിടക്കുന്നത് കൊണ്ട് ഒരു വലിയ പ്രശ്നമല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അഥവാ ഗിയർ താഴെ കിടന്ന് ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിന് അത്രയും പവർ ഉണ്ട് ഈ എയർക്രാഫ്റ്റിനെ പൊക്കിക്കൊണ്ട് പോയി സേഫായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാനുള്ളത്. ഈ ദുരന്തത്തിൽപ്പെട്ട വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് അഹമ്മദാബാദിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ കോൾ നൽകിയിരുന്നു. പിന്നാലെയാണ് വിമാനം തകർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മെയ്ഡേ കോൾ നൽകുക? ഓക്കെ, മെയ്ഡേ കോൾ എന്ന് പറയുന്നത് ആക്ച്വലി പൈലറ്റ്സ് ഈ എയർക്രാഫ്റ്റ് ഒരു ഇമിനൻറ്റ് ഡേഞ്ചറിലാണ്, ആ ഒരു സമയത്താണ് മെയ്ഡേ കോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ഈ 777 അല്ലെങ്കിൽ 787 അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ഇപ്പോൾ ഉള്ള 320, 737 ഒരു എഞ്ചിൻ ഫെയിലിയർ ഒരു മേഡേ കോൾ കൊടുക്കുന്ന സന്ദർഭമല്ല.
ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ നമ്മൾ പാൻ കോൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, പാൻ കോൾ എന്ന് പറയും അതിന്. മേഡേ കോൾ കൊടുക്കുന്നത് ഒരു എഞ്ചിൻ ഫയർ അല്ലെങ്കിൽ എഞ്ചിൻ സീസർ. ഓക്കെ, എഞ്ചിൻ സീസർ എന്ന് പറയുന്നത് അത് ഫയർ പിന്നെ ഹസാർഡാണ്. ആ എഞ്ചിൻ സീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഫയർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെല്ലാം ആക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആയാൽ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ സീസ് ആയാൽ ഒരു എഞ്ചിൻ ഫയർ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ ഈ ചെക്ക് ലിസ്റ്റിൻ്റെ കൂടെ മെമ്മറി ഐറ്റംസും ഉണ്ട്. മെമ്മറി ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല, ഈ ഐറ്റംസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതെല്ലാം പൈലറ്റ്സ് എപ്പോഴും അറിഞ്ഞിരിക്കണം. അവർ പിന്നെ അതിലൊരു തെറ്റും അവർക്ക് വരാൻ പാടില്ല. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു വരികയാണെങ്കിൽ അതിനകത്ത് മെമ്മറി ഐറ്റംസ് ഒന്നുമില്ല. അത് നമ്മൾ പതുക്കെ പിന്നെ 1000 ഫീറ്റ് എത്തി കഴിഞ്ഞാൽ മാത്രമേ ആക്ഷൻ ചെയ്യുകയുള്ളൂ. ഓക്കെ, പക്ഷേ എഞ്ചിൻ സീസർ, ഓക്കെ, അല്ലെങ്കിൽ എഞ്ചിൻ ഫയർ, ഈ രണ്ട് കേസിൽ നമുക്ക് മെമ്മറി ഐറ്റംസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് എല്ലാം വളരെ കോർഡിനേഷൻ കൂടിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ 400 അടി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുവരെ നമ്മളൊന്നും ചെയ്യില്ല എയർക്രാഫ്റ്റിനകത്ത്. നമ്മൾ വെറുതെ പറന്ന് ഈ ഗിയർ മാത്രം അപ്പ് ചെയ്യും. ഇപ്പോൾ ഗിയർ അപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ ആ ഗിയർ ഇട്ട് ഫ്ലൈ ചെയ്ത് എയർക്രാഫ്റ്റ് പൊങ്ങി 400 അടി കഴിയുമ്പോൾ മാത്രമേ എന്താണ് ഈ എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടായത് അത് ഉടനെ നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ ആദ്യം പൈലറ്റും കോ പൈലറ്റുമായിട്ട് ഡിസൈഡ് ചെയ്യും എന്താണ് ഈ എയർക്രാഫ്റ്റിനെ പറ്റിയത്. എഞ്ചിൻ സീസർ ആണോ, എഞ്ചിൻ ഫയർ ആണോ, എഞ്ചിൻ ഫെയിലിയർ ആണോ എന്നുള്ളത്. കാരണം എല്ലാത്തിനും ഡിഫറെൻറ്റ് ആക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ 400 അടി കഴിഞ്ഞ് ആദ്യം നമ്മൾ എന്താണ് എയർക്രാഫ്റ്റിൽ നടന്നത് എന്ന് തന്നെ ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഞ്ചിൻ ഫെയിലിയർ ആണോ എഞ്ചിൻ സീസർ ആണോ എന്ന് അറിയുന്നത്, അതുപോലും ഞാൻ വിവരിക്കാം. എഞ്ചിൻ ഫെയിൽ എന്ന് പറയുകയാണെങ്കിൽ ആ എഞ്ചിൻ വിൻമില്ലിങ് ചെയ്യും. അപ്പോൾ ആ എഞ്ചിൻ്റെ RPM എന്ന് പറയുന്നത് നമ്മുടെ ഫാൻ ബ്ലേഡിൻ്റെ RPM, അത് N1 ആണോ ഫാൻ ബ്ലേഡ്, N2 ആണോ ഫാൻ ബ്ലേഡ്, രണ്ടിൻ്റെയും RPM നോക്കും. ആ RPM വിൻമില്ലിങ് ചെയ്യണം. സാധാരണ വിൻമില്ലിങ് എന്നത് അപ്രോക്സിമേറ്റ്ലി 12 to 16 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഈ എഞ്ചിൻ്റെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് സിറ്റുവേഷൻ എങ്കിൽ ഈ എഞ്ചിൻ ഫെയിൽ ആണെന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതേസമയം ഈ എഞ്ചിൻ സീസർ എന്ന് പറയുന്നത് എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ എന്തോ ഫ്രിക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഫ്രിക്ഷൻ കാരണം എഞ്ചിൻ സീസായി. എഞ്ചിൻ സീസായ സമയത്ത് ഈ എഞ്ചിൻ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തേ പറ്റുള്ളൂ. ഈ എഞ്ചിനെ കറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്, കാരണം അതൊരു ഫയർ ഹസാർഡാണ്. അതേപോലെ ഫ്യൂവലും ഈ എഞ്ചിന് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതും ഒരു ഫയർ ഹസാർഡാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് എയർക്രാഫ്റ്റ് മിക്കവാറും 400 അടിയിൽ നിന്നും 600 700 അടി ആയിട്ടുണ്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്ഷൻസ് തുടങ്ങുന്നത്. അതും കോർഡിനേറ്റഡ് ആക്ഷൻസ് ആണ്. ആദ്യം പൈലറ്റ് പറയും ഇന്ന സാധനം കൺഫേം ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ പൈലറ്റ് ഫ്ലൈയിങ് പറയും യെസ് കൺഫേംഡ് ഓഫ്, അത് ഓഫ് ചെയ്യും. രണ്ടാമത്തത് ഓക്കെ ത്രസ്റ്റ് ലിവർ, ഓക്കെ ത്രസ്റ്റ് ലിവർ റൈറ്റ്, അപ്പോൾ ഈ റൈറ്റ് എഞ്ചിനാണ് സീസ് ആയെങ്കിൽ ത്രസ്റ്റ് ലിവർ റൈറ്റ് കൺഫേം, ഓക്കെ എന്ന് പറഞ്ഞ് അത് തൊടും. അദ്ദേഹം ഉടനെ പിടിച്ച് വലിക്കില്ല. പൈലറ്റ് ഫ്ലൈയിങ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയണം ഐഡിൽ. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഇദ്ദേഹം അതിനെ പിടിച്ച് താഴോട്ട് ആക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1000 ഫീറ്റിലോട്ട് എത്തും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഫ്ലാപ്പ് റിട്രാക്ഷനും എല്ലാം നടക്കുന്നത്. ഇതിനിടെ സമയത്ത് ATC അറിയിക്കും പൈലറ്റ്. ഓക്കെ, ഈ സംഭവം വളരെ എന്താ പറയേണ്ടത്, വളരെ പെട്ടെന്നാണ് നടന്നത്. അപ്രോക്സിമേറ്റ്ലി 400 ഫീറ്റ് ഹൈറ്റിൽ ആയപ്പോൾ തന്നെ ഇത് താഴോട്ട് പോകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് പോകാൻ തുടങ്ങിയത് നമുക്കറിയില്ല. നമുക്ക് ഒരു ഊഹമേ ഉള്ളൂ 2 എഞ്ചിനും ഫെയിൽ ആയത്. ഇനി എന്തുകൊണ്ട് 2 എഞ്ചിൻ ഫെയിൽ ആകാൻ ചാൻസ് ഉള്ളത് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഒരു എയർക്രാഫ്റ്റിൻ്റെ 2 എഞ്ചിൻ എങ്ങനെ ഫെയിൽ ആകും ഒരേ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ഫോറിൻ ഒബ്ജക്റ്റ് ഡാമേജ് കാരണം ഫെയിൽ ആവാം. രണ്ടാമത്തത് ഫ്യൂവൽ കണ്ടാമിനേഷൻ ആകാം. മൂന്നാമത്തത് ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ടാവാം. എന്തുകൊണ്ട് കട്ട് ഓഫ് ചെയ്യുന്നു? ഓക്കെ, അപ്പം ഈ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. ഓക്കെ, അതിന് ഫാഡാക് എന്ന് പറയും. ഓക്കെ, ഈ ഫാഡാക് കമ്പ്യൂട്ടർ ഫാഡാക്കിൻ്റെ ഫുൾ ഫോം ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ അവർ കമ്പ്യൂട്ടർ. അപ്പം ഈ ഫാഡക് എന്ന് പറയുന്നത് ഒരു വളരെ ഇൻ്റലിജൻറ്റ് സിസ്റ്റമാണ്.
അത് ചില കാരണങ്ങൾ അത് സെൻസ് ചെയ്താൽ ഇത് എയർക്രാഫ്റ്റിന് ഡേഞ്ചർ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പൈലറ്റിനെ ഓവർ റൈഡ് ചെയ്ത് ഈ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യാനുള്ള കഴിവ് ഈ ഫാഡക്കിനുണ്ട്. പക്ഷേ ആ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോജിക്ക് ബോയിങ് കമ്പനി കൊടുത്തതെന്നുള്ളൊരു ഇത് എനിക്ക് ഇത്തിരി ഇതാണ്. ചിലപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കാം. പക്ഷേ അത് ചില സമയത്ത് ഡേഞ്ചറസ് ആവാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു കാര്യം അറിയാം, കഴിഞ്ഞ 737 മാക്സ് എയർക്രാഫ്റ്റിൻ്റെ ക്രാഷ്, ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു, അത് ഇന്തോനേഷ്യയിൽ നടന്ന മാക്സ് എയർക്രാഫ്റ്റിൻ്റെ ക്രാഷും അത് കഴിഞ്ഞ് നമ്മൾ നടന്ന ഇത്യോപ്യൻ എയർലൈൻസിൽ 737 മാക്സ് എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തതും ഒരു സോഫ്റ്റ്വെയർ ഇതായിരുന്നു. അത് ബോയിങ് കമ്പനി ചെയ്ത ഒരു തെറ്റായ ഒരു ലോജിക്ക് ചെയ്തത് കൊണ്ടാണ് ആ എയർക്രാഫ്റ്റ് ക്രാഷ് ആയത്. പക്ഷേ ആദ്യത്തെ സമയത്ത് അത് പൈലറ്ററായിട്ട് അവർ സ്ഥിരീകരിച്ചു. രണ്ടാമത്തെ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്തപ്പോഴാണ് അത് അല്ല, ഇത് എന്തോ സീരിയസ് ആയിട്ടുള്ള ട്രബിൾ ഉണ്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് പിന്നെ കംപ്ലീറ്റ് റെക്ടിഫൈ ചെയ്തത്. അപ്പം അതുപോലെ ഈ ഫാഡക് എന്ന ഫ്യൂവൽ കൺട്രോൾ ആക്ച്വലി അത് രണ്ട് കാരണം. ഒന്ന്, അത് കമ്പ്യൂട്ടറും പിന്നെ അതിനകത്ത് ഫ്യൂവൽ കൺട്രോൾ യൂണിറ്റും ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് 777 അല്ലെങ്കിൽ 787 ഉള്ളത്. സാർ, ഇപ്പോൾ ഈ ഫാഡക്കിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ ഫാഡക്? ഓക്കെ, ഫാഡക് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഫാഡക്കാണ്. എങ്ങനെയാണ് ഇത് ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന്, പൈലറ്റ്സിൻ്റെ ഇൻപുട്സ്, നമ്മുടെ ടെമ്പറേച്ചറും ഇതും പിന്നെ പ്രഷർ, ഓൾട്ടിറ്റ്യൂഡും എല്ലാം വെച്ചിട്ട് എനിക്ക് ഇന്ന് ഇത്ര ത്രസ്റ്റ് വേണം ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത്രയും RPM വേണം. ചിലപ്പോൾ 98 ആയിരിക്കും, ചിലപ്പോൾ 92 ആയിരിക്കും. നമുക്ക് പല പല ടേക്ക് ഓഫ് രീതികളുണ്ട്. ഒന്ന് ടേക്ക് ഓഫ് 1, ടേക്ക് ഓഫ് 2, പിന്നെ അസ്യൂം ടെമ്പറേച്ചർ മെത്തേഡ് വിത്ത് ടേക്ക് ഓഫ് 1 and 2, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എഞ്ചിൻ ലൈഫ് കൂട്ടാനും ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ഒരു എയർ ഫീൽഡിൽ എനിക്ക് ഇത്രയും മതി, അപ്പോൾ എനിക്ക് ഫുൾ പവറിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഈ എഞ്ചിന് ഇത്രയും കറക്റ്റായിട്ട് ഇത്രയും RPM കൊടുക്കണം ഈ സിറ്റുവേഷനിൽ. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഫാഡക്കാണ്. സാധാരണ ഒരു രീതിയിൽ ഫാഡക് എന്ന ഒരു ഫെയിലിയർ വരികയാണെങ്കിൽ ഫ്യൂവൽ കട്ടാകും. പക്ഷേ ഫാഡക് ഫെയിലിയർ വരാൻ ചാൻസ് വളരെ 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 കുറവാണ്. കാരണം ഓരോ എഞ്ചിനും ഓരോ ഫാഡക് ഉണ്ട്. ഈ ഓരോ ഫാഡക്കിലും 2 സെൻസേഴ്സ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കേടാകുകയാണെങ്കിൽ അടുത്തത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം അടുത്തത് പിന്നെ അതേപോലെ പിന്നെ മറ്റേ എഞ്ചിനും പിന്നെ ഒരു ഫാഡക്കിനകത്ത് 2 സെപ്പറേറ്റ് സിസ്റ്റംസ് ഉണ്ട്, 2 സെപ്പറേറ്റ് ചാനൽസ് ഉണ്ട്. ഒരു ചാനൽ പോയാലും അടുത്ത ചാനൽ വർക്ക് ചെയ്യും. പക്ഷേ എന്തോ കാര്യം കൊണ്ട് എന്തെങ്കിലും ഇതേക്ക് കാരണം കൊണ്ട് ഫാഡക്കിന് സെൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ സോഫ്റ്റ്വെയർ ഗ്ലിച്ച്, ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് കൊണ്ട് വിൻഡോ ആണെങ്കിലും ഫാഡക്കിന് എഞ്ചിൻ കട്ട് ചെയ്യാം. അതാണ് പൈലറ്റ്സിന് കുറച്ച് കൂടുതൽ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും ഈ കമ്പനീസ് പുറത്ത് വിടത്തില്ല. ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ എയർക്രാഫ്റ്റ് മാനുവലിലും പൈലറ്റ്സിൻ്റെ മാനുവലിലും ഇതൊന്നും കാണത്തില്ല. അപ്പം ഈ 737 പറ്റിയതാണ്. ഈ പൈലറ്റ്സ് മാനുവലിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ലായിരുന്നു. ഒരു പുതിയ ഇറ്റ്സ് കോൾഡ് ദ മാനോറിങ് MCAS, മാനോറിങ് കൺട്രോൾ ഓഗ്മെൻറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതൊന്നും പിന്നെ പൈലറ്റ്സിന് അറിയത്തില്ല, അവർക്ക് കൊടുത്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ കമ്പനി ചെയ്യുന്നത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കാം. ഫാഡക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫ്യൂവൽ കൺട്രോളിങ് കമ്പ്യൂട്ടറാണ്. പക്ഷേ ഫാഡക്കിന് ഇങ്ങനെ ഒരു ലിമിറ്റേഷനുണ്ട്. ചില സമയത്ത് ഫാഡക്ക് അത് നടന്നിട്ടുമുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ, ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു, ആ ലാൻഡ് ചെയ്തിട്ട് ത്രസ്റ്റ് റിവേഴ്സസ്, നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടി ത്രസ്റ്റ് റിവേഴ്സസ് ഉപയോഗിക്കും. ആ ത്രസ്റ്റ് റിവേഴ്സസ് ഉപയോഗിച്ച സമയത്ത് ഈ 2 ഫാഡക്കും ഫെയിലായി, ആ എഞ്ചിൻ ഫെയിലായി. പക്ഷേ ഭാഗ്യം കൊണ്ട് അത് റൺവേയിലായിരുന്നതുകൊണ്ട് അത് വലിയ ക്രാഷായിട്ട് മാറിയില്ല. സാർ, ഏറ്റവും ഒടുവിലായി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എയർ ഇന്ത്യയിൽ പൈലറ്റ് ആയിരുന്ന സമയത്ത് സേഫ്റ്റി റിലേറ്റഡ് ഇഷ്യൂസിനെ ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ എന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? സേഫ്റ്റി റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ 2 ഇൻസിഡൻറ്റ്സ് എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത 2 ഇൻസിഡൻറ്റ്സ് ആണ്. ഒന്ന്, ഞാൻ മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലോട്ട് ഫ്ലൈ ചെയ്യാൻ പോയ സമയത്ത്
എഞ്ചിനീയർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു MEL ഉണ്ട്, പക്ഷേ ഈ MEL എൻ്റെ കാലാവധി തീർന്നു. അപ്പോൾ MEL ഓരോ എക്യുപ്മെൻറ്റും എയർക്രാഫ്റ്റിനകത്ത് നമ്മൾ അൺസർവീസബിൾ ആണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഈ കാലാവധിക്കുള്ളിൽ അത് റിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചെറിയ ഐറ്റം ആയിരുന്നു. ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു സർ ഈ ഒരു ഐറ്റം അൺസർവീസബിളാണ്, അതിൻ്റെ കാലാവധി തീർന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം ഈ സാധനമില്ല, അതുകൊണ്ട് ഞാൻ ഒരു എൻട്രി ചെയ്യാം ഈ സാധനം ഞാൻ റിപ്പയർ ചെയ്തു എന്ന്. പക്ഷേ സാറിന് അത് ഇൻഡിക്കേഷൻ വരും, അത് അൺസർവീസബിൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇൻഡിക്കേഷൻ വരും അത് അൺസർവീസബിൾ ആണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല, അത് റിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെറിയ സാധ്യതയല്ലേ, അതുകൊണ്ട് എയർക്രാഫ്റ്റ് നമുക്ക് ഡിലേ, നമ്മുടെ സാധനമില്ല, സാധനം ഉണ്ട്, അതിനിപ്പോൾ ഞാൻ ഹാങ്ങറിൽ പോയി എടുത്തുകൊണ്ട് വരണം, അതിന് 6 മണിക്കൂർ എടുക്കും, അപ്പോഴത്തേക്ക് ഈ എയർക്രാഫ്റ്റിന് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് റെഫ്യൂസ് ചെയ്യുന്നത്, അതിനൊരു കാരണമുണ്ട്. ഈ എയർക്രാഫ്റ്റ് ന്യൂയോർക്കിലോട്ടാണ് ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ന്യൂയോർക്കിൽ ചില സമയത്ത് അവിടെ FAA ഇൻസ്പെക്ഷൻ നടത്തും, റാമ്പ് ഇൻസ്പെക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ ഇൻസ്പെക്ഷൻ സമയത്ത് അവർക്കിത് കണ്ടുപിടിക്കാം ഈ സാധനം മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അങ്ങനെ മാറ്റിയിട്ടില്ലാത്ത സാധനം ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം. സാർ എന്താ പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പൈലറ്റിനെ അറസ്റ്റ് ചെയ്യും, അതൊന്നും നടക്കാത്ത കാര്യമാണ്, ഇത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആൾക്കാരും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അല്ല, അവർ നമ്മുടെ ആൾക്കാരുടെ ലൈഫിന് അല്ല അവർക്ക് ബോധറേഷൻ, അമേരിക്കൻ സിറ്റിസൺസ് ഈ എയർക്രാഫ്റ്റിനകത്തുണ്ട്, അവർ എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഈ ഒരു കണ്ടീഷൻ ഇതിലായിരിക്കും, എൻഡേഞ്ചറിങ് ദ ലൈഫ്സ് ഓഫ് അമേരിക്കൻ സിറ്റിസൺസ്, അതുകൊണ്ട് ഞാനിത് ചെയ്യത്തില്ല, ഇത് റിപ്പയർ ചെയ്യുക. അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ ബോസിനെ വിളിച്ചു, ഡയറക്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഡയറക്ടർ എഞ്ചിനീയറിംഗ് എന്നെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സെയിം കാര്യം പറഞ്ഞു. ഡയറക്ടർ എഞ്ചിനീയറിംഗ് ഉടനെ ഡയറക്ടർ ഓപ്പറേഷൻസ് എൻ്റെ ബോസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് കാര്യം. അപ്പം അദ്ദേഹം വേറെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന ആളായിരുന്നു, അദ്ദേഹം ഈ ലോങ് ഹോൾ ഫ്ലൈ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ശരിയാണ്, പക്ഷേ ഒരുപാട് പ്രഷർ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് ചെയർമാനുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സംസാരിച്ചോളൂ, പറയൂ ക്യാപ്റ്റൻ ഇതാണ് പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ മാക്സിമം 20 hours ആയിരുന്നു. അപ്പം ഈ എയർക്രാഫ്റ്റ് ഇത് ഫ്ലൈറ്റ് തന്നെ 16 to 16.5 hours ലോങ് ഫ്ലൈറ്റാണ്. ഓക്കെ, ഇപ്പം ഇവർ പറയുന്നു 6 മണിക്കൂർ കഴിഞ്ഞ് മിനിമം എടുക്കും ഇത് റിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വേറെ ക്രൂ വരേണ്ടി വരും. അപ്പം ക്യാബിൻ ക്രൂ ഉടനെ തന്നെ അവരുടെ യൂണിയൻ അറിയിച്ചു ഇതാണ്, അപ്പം ഞങ്ങൾ മിക്കവാറും ഈ ഫ്ലൈറ്റ് എടുക്കില്ല. അപ്പോൾ യൂണിയൻ പറഞ്ഞു എടുക്കരുത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാബിൻ ക്രൂ എല്ലാവരെയും വിളിച്ചു, ഞാൻ പറഞ്ഞു ലുക്ക് ഇവർ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, 6 മണിക്കൂർ എടുക്കും. ഓക്കെ, ഞാൻ ആദ്യം പൈലറ്റുമാരോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ജോലിയാണ്, നമുക്ക് ഇവിടെ പാസഞ്ചേഴ്സ് ഉണ്ട്, ഇതല്ലെങ്കിൽ കമ്പനിക്ക് ഒരുപാട് നഷ്ടം വരും, ഇവരെല്ലാവരെയും ഇത് നമുക്ക് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം എക്സ്റ്റൻഷൻ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലൈറ്റ് എടുക്കാം അവർ റിപ്പയർ ചെയ്ത് തരുന്ന സമയത്ത്. ഒരു 4 മണിയായപ്പോഴത്തേക്ക് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ അശ്വിനി ലോഹാനി, ഒരു വളരെ നല്ല മനുഷ്യനാണ്, അദ്ദേഹം എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത് വിളിച്ച് ക്യാപ്റ്റൻ your flight duty time is coming to an end, why don't you take the aircraft and go as it is. So ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു സർ ഇതാണ് പ്രശ്നം, I cannot do it. ഓക്കെ, അദ്ദേഹം പറഞ്ഞു അപ്പം ഈ എയർക്രാഫ്റ്റിന് ഞാൻ ഈ ആൾക്കാർ ഇപ്പോൾ എനിക്ക് ക്രൂവിനെ കിട്ടത്തില്ല, ഈ ആൾക്കാരെയൊക്കെ ഇത്രയും 340 പാസഞ്ചേഴ്സാണ് ഒന്നുണ്ടായിരുന്നത്, ഇവരെല്ലാവരെയും ഞാൻ ഹോട്ടലിലിട്ട് ഇത്രയും പൈസ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ 1:30 രാത്രി 1:30 ഫ്ലൈ ചെയ്യേണ്ട എയർക്രാഫ്റ്റ് അവസാനം രാവിലെ 7:50 ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്തു ന്യൂയോർക്കിലോട്ട്. അന്ന് ഞങ്ങൾ എയർക്രാഫ്റ്റിനകത്ത് വന്ന് തൊട്ട് എയർക്രാഫ്റ്റിനകത്ത് നിന്ന് ഇറങ്ങുന്നത് വരെ 24 hours കൂടുതലായി. സോ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും, പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല. അന്ന് എയർ ഇന്ത്യ ഒരു ഗവൺമെൻറ് കമ്പനിയായിരുന്നു. ഓക്കെ, നമുക്ക് ആ സമയത്ത് അത് നമുക്ക് അവർ മനസ്സിലാക്കും, നമ്മുടെ കൺസേൺ അവർ മനസ്സിലാക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ടാറ്റ കമ്പനിയാണെങ്കിൽ പോലും അത് പ്രോഫിറ്റ് മോട്ടീവ് കമ്പനിയാണ്. അവർ ഓക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പൈലറ്റിന്
ഡീറോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും. ഓക്കെ, സോ സേഫ്റ്റി റിലേറ്റഡ്. വേറൊരു ഇൻസിഡൻ്റ് ഉണ്ട്, പക്ഷേ ഒരുപാട് ഇൻസിഡൻസ് പറഞ്ഞ സമയം കളയുന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെതായ കാര്യങ്ങൾ കാണുമായിരിക്കും. വളരെയധികം നന്ദി ക്യാപ്റ്റൻ ദിലീപ് ദേശ്മുഖ് സാർ. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകരോടായി ഒരിക്കൽ കൂടി പറയുന്നു, ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അട്ടിമറി സാധ്യത ഉണ്ടെന്നോ ദുരൂഹത സംശയിക്കുന്നതായോ സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടേയില്ല. സർക്കാർ സംവിധാനങ്ങളോ അന്വേഷണ ഏജൻസികളോ അത്തരത്തിലൊരു പ്രസ്താവന നടത്താത്തിടത്തോളം കാലം ഞങ്ങളും അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില പ്രഗത്ഭർ എന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇതിലൊരു അട്ടിമറി സംശയിക്കുന്നതായി നിരന്തരം വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിനല്ല, പ്രേക്ഷകരുടെ ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. സാധാരണക്കാർക്ക് അറിയേണ്ടുന്ന ചില വസ്തുതകൾ മാത്രമാണ് ഇവിടെ ക്യാപ്റ്റൻ ദിലീപ് ദേശ്മുഖ് സാറുമായി ഞങ്ങൾ ചർച്ച ചെയ്തത്. എന്തായാലും ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് ഞങ്ങൾ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നന്ദി.